PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന സമ്മർദ്ദം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് കെ രാജൻ MLA. പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ ഒരു നിയമപ്രശ്നവും ഉണ്ടാവില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും മുന്നോട്ടു പോകാനുള്ള നീക്കം സംശയാസ്പദമാണ്. ഡിജിറ്റൽ സർവേ ഘട്ടം ഘട്ടമായി നിർത്താനുള്ള ശ്രമം ഭൂമാഫിയയെ സഹായിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതൊരു സമ്മർദ്ദത്തിന് കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വിധേയമായിട്ടുള്ളത് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് കാണിക്കുന്ന അപകടകരമായിട്ടുള്ള വിധേയത്വത്തിന്റെ തെളിവാണ് PM ശ്രീയിൽ ഒപ്പിടാനുള്ള സംഘടിതമായിട്ടുള്ള VD സതീശൻ ഗവൺമെന്റിന്റെ തീരുമാനം എന്നെല്ലാവർക്കും മനസ്സിലായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യസന്ധതയുണ്ടെങ്കിൽ ഒരു കാര്യം ജനങ്ങളോട് വെളിപ്പെടുത്തുക. ആരാണ് ഈ പദ്ധതിയിൽ ഒപ്പിടാൻ അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒപ്പിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അപകടം ഉണ്ടാക്കും എന്ന് ഈ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്നത്? എത്ര പണം കിട്ടും? ഇനി ആകെ ഒരു സ്കൂളിൽ 14 ലക്ഷം രൂപ കിട്ടും കേന്ദ്ര ഗവൺമെന്റിന്. അതിനുവേണ്ടി അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ 6 പില്ലറുകളും മാറ്റാതെ പോകുന്നത് അപകടകരമാണ്. അത് വെച്ചു കുറിപ്പിക്കാൻ കേരളത്തിൽ പറ്റില്ല. നമ്മുടെ KK ചേട്ടൻ തകർക്കാണല്ലോ. ഹമാര ചോയ്സിലെ ഓണത്തിന് സ്കൂട്ടർ, ഗോൾഡൻ നെക്ലസ്, മലേഷ്യൻ ട്രിപ്പ്, ഗോൾഡ് കോയിൻസ്, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ കൊടുക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് ഗോൾഡ് ബുക്കിംഗ് ചെയ്യാം. സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, സിറ്റി സെന്റർ, തൃശൂർ.